ഇന്നത്തെ രാവിലത്തെ ഭൂരിയും കിഴങ്ങ് കറിയാണ്. അപ്പം അതിനിതാ 1 കപ്പ് ഉമ്പ് പൊടി, കുറച്ച് അപ്പസോഡ, മഞ്ഞപ്പൊടി, ഉപ്പ്, ഇതാ ഓയിൽ, നമുക്ക് ചുട്ടെടുക്കാനുള്ള ഓയിൽ, ഉരുളൻകിഴങ്ങ് കറിക്ക് ഇതാക്കണം, 2 ഉരുളൻകിഴങ്ങും 1 പച്ചമുളകും. അപ്പോൾ ഇതാ നമ്മളെ വെള്ളം ഇവിടെ തിളച്ചു. നമുക്ക് ആ വെള്ളം വാങ്ങി. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഗോതമ്പ് പൊടി നമുക്ക് ഇതിക്കിട്ട് വെക്കാം കേട്ടോ. ഗോതമ്പ് പൊടിയൊക്കെ ഇട്ടു. നമുക്ക് 1 സ്പൂൺ നമുക്ക് ഇച്ചിരി തിളച്ച വെള്ളം കൊണ്ട് നമുക്കിത് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കാം. ഇവിടെ വെള്ളമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ചേർക്കാത്തത്. ചെറിയ ചെറിയ ബോളാക്കിയിട്ട് ഈ തയ്യാറാക്കി എടുക്കാൻ കേട്ടോ. പോലെ പരത്തിയെടുക്കണം. അപ്പോൾ ദാ നമ്മളെ പൂരിക്കുള്ളത് പരത്തി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ചൂടാട്ടോ. അതിന് നമുക്ക് ഗ്യാസ് വെച്ചൊരു പാത്രം വയ്ക്കാം. അപ്പോൾ ദാ നമ്മുടെ ഓയിൽ വെച്ച് കൊടുക്കാനേ തട്ടിക്കൂടായിട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ അപ്പുറത്തെ ഭാഗം ഇതിട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ കേട്ടോ നമ്മളെ പൂരി ഇവിടെ റെഡിയായി. നമുക്ക് അടുത്തത് കേട്ടോ. അപ്പോൾ കേട്ടോ നമ്മളെ പൂരി ഇവിടെ. അപ്പോൾ കിഴങ്ങ് അരിയട്ടെ. കഴുകി വൃത്തിയാക്കി നമുക്ക് അരിയാം. നമ്മൾ കിഴങ്ങും പച്ചമുളകും കൂടെ അരിഞ്ഞോട് വെച്ചു. അതിക്ക് വേണ്ടത് 2 തണ്ട് കരിയാപ്പിൻ്റെ, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ, കുറച്ച് കടുക്, 1 പാത്രം വെള്ളം. ഇത്ര വേണ്ട, അതിൻ്റെ പകുതി മതി. അപ്പോൾ നമുക്ക് വേവിക്കാം കേട്ടോ. 1 പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി കേട്ടോ. ഉപ്പ് നമുക്ക് വെന്ത് വരാനാകുമ്പോൾ ഉപ്പിടാം. കുറച്ച് വെള്ളം വയ്ക്കാം. ഉരുളൻകിഴങ്ങ് ആയതുകൊണ്ട് വേഗമുണ്ടാവും. വേവിക്കാം. നമ്മുടെ കിഴങ്ങ് ഇവിടെ വെന്തു. നമുക്ക് നേരത്തെ ഉപ്പിട്ടായിരുന്നു. നമ്മൾ പാകത്തിൽ കേട്ടോ. കേട്ടോ കറിവേപ്പില. ഞാൻ കിഴങ്ങ് കേട്ടോ. നമ്മുടെ കിഴങ്ങ് ഇവിടെ ആയി. നമുക്ക് ഓഫ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ പൂരി, നമ്മുടെ കിഴങ്ങ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ.